തിരുവനന്തപുരത്ത് പട്ടാപ്പകൽ വീട് കയറി വയോധികയെ ബലാത്സംഗത്തിനിരയാക്കിയ 29കാരനെ റിമാൻഡ് ചെയ്തു. പോലീസ് കസ്റ്റഡിയിലിരിക്കെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആര്യനാട് സ്വദേശി നജീമിനെയാണ് റിമാൻഡ് ചെയ്തത്. അതിക്രൂര ബലാത്സംഗത്തിനിരയായ വയോധിക ഗുരുതരാവസ്ഥയിൽ നിലവിൽ ചികിത്സയിൽ തുടരുകയാണ്. തിരുവനന്തപുരം ആര്യനാട് മലയടിയിൽ ഇക്കഴിഞ്ഞ ദിവസമാണ് 69കാരി അതിക്രൂര ബലാത്സംഗത്തിനിരയായത്. ആര്യനാട് പറണ്ടോട് സ്വദേശിയും മത്സ്യക്കച്ചവടക്കാരനുമായ 29കാരൻ നജീം വൃദ്ധയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു. വൈകുന്നേരം വയോധികയുടെ വീട്ടിലെത്തിയ നജീം മറ്റാരുമില്ലെന്ന് കണ്ട് വീട്ടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി. തുടർന്ന് വയോധികയെ കടന്നുപിടിക്കുകയായിരുന്നു. ഇരയുടെ വീട്ടിലാണ് നജീം സ്ഥിരമായി വാഹനം പാർക്ക് ചെയ്തിരുന്നത്. പുറത്തുപോയ വയോധികയുടെ ഭർത്താവ് വീട്ടിലെത്തിയപ്പോൾ ഭാര്യയെ നജീം ഉപദ്രവിക്കുന്നതാണ് കണ്ടത്. വയോധികയുടെ ഭർത്താവിനെ കണ്ട് ഓടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ തടഞ്ഞുവച്ച് പോലീസിന് കൈമാറുകയായിരുന്നു. അമിത രക്തസ്രാവത്തെ തുടർന്ന് വയോധിക ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനിടെ പിടിയിലായ നജീം പോലീസ് സ്റ്റേഷനിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഇട്ടിരുന്ന അടിവസ്ത്രത്തിന്റെ ഇലാസ്റ്റിക് പൊട്ടിച്ചെടുത്ത് കാലിലും കഴുത്തിലും കെട്ടിവലിച്ചു മുറുക്കിയാണ് ആത്മഹത്യാ ശ്രമമുണ്ടായത്. കൃത്യസമയത്ത് പോലീസുകാർ കണ്ടതിനാൽ പ്രതിയുടെ ആത്മഹത്യാശ്രമം തകർക്കാനായി. ആറ്റിങ്ങൽ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.